എന്റെ അമ്മേ. ഇത് ലാസ്റ്റ് സപ്പറ. നാളത്തെ സൂപ്പർ ഫാസ്റ്റിൽ പൊക്കോളണം. മനസ്സിലായോ? ആ, എന്താ? നാളത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്നാൽ ഈശോയെ ഒട്ടത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയല്ലോ. ആള് പോയെന്ന് തോന്നുന്നു. സമാധാനായിട്ടൊന്നും. ഇന്നലെ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ലേ? പോകാൻ പറഞ്ഞ പൊക്കോളണം. പോയില്ലെങ്കിൽ ഇനി ഞാനൊന്നും നോക്കില്ല. താൻ ആരാണെന്നുള്ള വിവരം എന്റെ അപ്പനോടും അമ്മച്ചോടൊക്കെ വിളിച്ചു പറയാൻ പോവാ. പറയോ നീ? ആ പറയും. പറയോ? ആ പറയും. കൊത്തി കൊത്തി മുതുകത്തേറി കൊത്തിയല്ലേ. ഈ നാട്ടിൽ എന്നെ കുനിച്ചിരുത്തിയിരിക്കാൻ താൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതുമായി. എന്നെ തല്ലിയാലും കൊന്നാലും എല്ലാം ഞാൻ പറയും. എനിക്കെന്റെ പെങ്ങന്മാരുടെ ജീവിതം വലുത്. ഓരോരുത്തർക്ക് ഇന്ന് തന്നെ എന്ന് ഞാൻ വിൽപ്പത്ര എഴുതി വെക്കാൻ പോവാ. സിനിമയെന്നും പറഞ്ഞ് ഉള്ള കിടപ്പാടം നഷ്ടപ്പെടുത്തിയവനാ സോളമൻ. അതുകൊണ്ട് ഈ വീട് ജോസിന്റെ പേരിൽ എഴുതി വെക്കാൻ പോവാ. നിനക്ക് 50 സെന്റ് അവിടെ, ബാക്കി പെൺകുട്ടികൾക്ക്. അപ്പം വെറുതെ മണ്ടത്തരൊന്നും കാണിച്ചേക്കല്ലേ. വല്ലയിടത്തുനിന്ന് വന്ന് ഒരുത്തിന്റെ പേരിൽ വീട് എഴുതി വെക്കാൻ പോവാ. അയാൾ ജോസേട്ടനല്ല. ചങ്കൂറ്റുള്ള ഒരുത്തനെ കണ്ടപ്പോ ഞാൻ ചുമ്മാ ജോസേട്ടനാന്ന് കള്ളം പറഞ്ഞ അമ്മച്ചി. അയാൾ ഉടനെ ഇവിടുന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ അപകടാ. അത് ശരി. വീട് അവന് കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവൻ നിന്റെ ചേട്ടനല്ലാതായി അല്ലേടാ? അയ്യോ, ഞാൻ സത്യമായിട്ട് പറയാ. അമ്മച്ചിയാണ് ജോസേട്ടനല്ല. അപ്പാ, അയാൾ ഒരു ക്രിമിനലാ. ഒരു കൊലക്കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ള ആളാ. അതാ ഇപ്പൊ പുതിയ കണ്ടുപിടുത്തം. ആ കഥയൊക്കെ ജോസ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ചെയ്യാത്ത തെറ്റിനാ അവൻ 7 വർഷം ജയിലിൽ കിടന്നത്. നിനക്കറിയാലോ, അവൻ വന്നേ പിന്നെയാ ഈ വീടൊന്ന് വച്ച പിടിച്ചത്. വന്നു കയറിയിട്ട് നിമിഷം വരെ അവൻ തൂമ്പ കൈയും താഴെ വെച്ചിട്ടില്ല. ഈ കുടുംബത്തിന് വേണ്ടി കാളയെ പോലെ അവൻ പണിയെടുക്കുന്നത്. അവൻ ചേട്ടനല്ലെന്ന് പറയാം. നിനക്ക് എങ്ങനെ നാവ് പൊങ്ങി? ഇത്രയും നാൾ ഇതൊന്നും മിണ്ടാതിരുന്നിട്ട് ഇപ്പൊ സ്വത്തിന്റെ കാര്യം വന്നപ്പോഴാ അവന് വെളിപാടുണ്ടായത്. ഇവനെ കുഞ്ഞാടിന്റെ മനസ്സൊന്നുമല്ല, കുട്ടിപ്പിശാചിന്റെ മനസ്സാ. അയാൾ എത്ര കുഴപ്പക്കാരെന്ന് ഞാൻ അറിഞ്ഞില്ല. അയാളോ? ചേട്ടാന്ന് പറയടാ. അയാൾ എന്റെ ചേട്ടനല്ല. അല്ല അല്ല നിങ്ങൾക്ക് ആർക്കും എന്റെ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവത്തെ? ശരി, ഇനിയിപ്പോ അവൻ ജോസ് അല്ലെങ്കിൽ പോലും ഞങ്ങൾ അവനെ ജോസ് ആയിട്ട് കണ്ടുപോയി. ഇനി അത് മാറ്റാൻ പറ്റില്ല. ഇല്ല. ദേ, ജോസ്മോൻ വരുന്നുണ്ട്. അവൻ ഇതൊന്നും അറിയണ്ട. അപ്പച്ചാ. ആരുടെ അപ്പച്ചൻ? നീ ഉണ്ടാടാ. എന്നാ മോനെ? ഇവിടെ ഒരു മാവ് വന്നിരുന്നല്ലോ, അതെവിടാ? അത് ഈ ഭാഗത്തായിട്ടാ. ഈ വീട് പുതുതായിട്ട് വെച്ചപ്പോ അത് മുറിച്ചല്ലേ ഈ ചായപ്പിലെ പലകയൊക്കെ അടിച്ചത്. ആ, കേട്ടില്ലേടാ? ദയവായിട്ടാ ഇപ്പൊ അവനെ കൊണ്ടത് ചോദിപ്പിച്ചത്. ഉള്ളിലൊരു ചെറിയ കളങ്കം പോലും ഉണ്ടാവാതിരിക്കാൻ. പണ്ടങ്ങനെ വല്ല മാങ്ങാണ്ടി മറക്കം വന്നിട്ടുണ്ടോ? നീ ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു. നീ ഇനി ജോസിനെ കുറിച്ച് ആരോടെങ്കിലും പുറത്തെന്തെങ്കിലും സംസാരിച്ചു ഞാൻ അറിഞ്ഞാല് ഈ വീടിന്റെ പടിക്ക് പുറത്ത് തോന്നും നീ ആയിരിക്കും. അപ്പം തന്നെയാ. എന്റെ സിസിലി, ലിസമ്മേ, നിങ്ങളെങ്കിലും ഞാൻ പറയുന്നു വിശ്വസിക്ക്. അയാള് ശരിയല്ല. നിങ്ങൾ സൂക്ഷിക്കണം. അയാള് പെൺകുട്ടികളെ ഉപദ്രവിച്ചു കൊല്ലുന്നവനാ, പെണ്ണുപിടിയനാ. വല്യേട്ടനെ കുറിച്ച് വെറുതെ അനാവശ്യം ഒന്നും പറയണ്ട. വല്യേട്ടൻ പാവാ. ഇവൻ എന്നെ ഭ്രാന്തായോ? അതെ, ഭ്രാന്തായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ വാഴില്ല. ഒന്നെങ്കിൽ അയാള് അല്ലെങ്കിൽ ഞാൻ. ആര് വേണമെന്ന് ഇപ്പൊ തീരുമാനിച്ചു പറയണം. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിനെ പുറത്താക്കിയിട്ട് നീ ഇവിടെ നിൽക്കണമെന്നില്ല. അത് ശരി. തണ്ടും തടിയുള്ള ഇത്ര കാശ് കൊടുക്കാണ്ട് പണിയെടുക്കാൻ കിട്ടിയപ്പോ ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി അല്ലേ? അപ്പനുമായി തെറ്റിപ്പിരിയാനുള്ള കാരണം എന്താണെന്ന് നീ പറഞ്ഞില്ല. അപ്പന്റെ ഓൾഡ് ലവ് സ്റ്റോറിയും കിഡ്നാപ്പിംഗും കാരണം എന്റെ ലവ് സ്റ്റോറി ഫ്ലോപ്പ് ആവണമെന്ന് ഞാൻ അപ്പനോട് പറഞ്ഞു. അത് ഇത്ര വലിയ തെറ്റാ ഫാദർ? അപ്പനായാലും അപ്പൂപ്പനായാലും ഞാനായും പറയും. ഇട്ടിച്ചനോട് സ്നേഹമുള്ള എന്റെ അമ്മച്ചിയെ മാറി ഇന്ന് സ്നേഹിക്കേണ്ട വല്ല കാര്യമുണ്ട് എന്റെ അപ്പന്? വെയിറ്റിംഗ് ലിസ്റ്റിലിരുന്ന് സ്നേഹിക്കാൻ എന്റെ അമ്മച്ചി എന്താ കുർള എക്സ്പ്രസ്സാ? അതോ നേത്രാവതി എക്സ്പ്രസ്സോ? ഇട്ടിച്ചൻ ചതിച്ചു എന്ന് ബോധ്യമായപ്പോ
ഇട്ടിച്ചന്റെ ടിക്കറ്റ് അമ്മച്ചി ക്യാൻസൽ ചെയ്തു. ഉടനെ എന്റെ ഇപ്പോഴത്തെ അപ്പൻ ആ സീറ്റിൽ കയറിയിരുന്നു. അല്ലെങ്കിൽ ഇട്ടിച്ചന്റെ ബംഗ്ലാവിൽ ജനിക്കേണ്ടവനാ ഞാൻ. അങ്ങനെ വരുമ്പോ മേരി എന്റെ പെങ്ങളായിട്ട് വരും. ഈ പ്രേമവും തല്ലുകൊള്ളലും ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോ എല്ലാം കുഴപ്പിച്ചത് എന്റെ കപ്പ്യാരപ്പച്ചനല്ലേ ഫാദർ? അതിനെന്നെ എന്തൊക്കെയാ പറഞ്ഞേ? ഞാൻ പണിയെടുക്കാത്തവനാണത്രേ. ഇന്നാട്ടിൽ പണിക്ക് പോണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഓ അത് ശരി. അപ്പൊ അതിനു വേണ്ടിട്ടാണോ കുഞ്ഞാട് അച്ഛന്റെ മേടയിലേക്ക് കയറി വന്നിരിക്കുന്നത്? കുഞ്ഞാടോ? ദേ അച്ചോ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പ്രസംഗത്തിലും കുർബാനക്കിടയിലും ആട് കുഞ്ഞാടെന്നൊന്നും പറയരുതെന്ന്. ആളുകൾ കളിയാക്കി ചിരിക്കുക. ദേ ഇനി ആടിന് പകരം ഷീപ്പ്, കുഞ്ഞാടിന് പകരം ലിറ്റിൽ ഷീപ്പ് അഥവാ ലിറ്റിൽ ലാംപ്, ആട്ടിടയൻ, ഷീപ്പിടയൻ, അങ്ങനെ പറഞ്ഞാൽ മതി അച്ഛൻ. എടാ നിന്റെ അപ്പന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്നെ പണ്ടേ വെട്ടി എരിഞ്ഞ് കുടിച്ചു മൂടിയേനെ. എടാ നെറ്റിയിലെ വേർപ്പുകൊണ്ട് ഭക്ഷണം കഴിക്കണം. കുസ്നിക്കാരന്റെ നെറ്റിയിലെ വേർപ്പ് ദോശയിൽ വീണാൽ അച്ഛൻ കഴിക്കൂ? എടാ അധ്വാനിച്ച് അന്നം കണ്ടെത്തണമെന്നാ അതിന്റെ അർത്ഥം. എല്ലാ ഞായറാഴ്ച അച്ഛൻ പറയുന്നില്ലേ ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല? നീ വല്ലവന്റെ കൊത്തിത്തിന്ന് എത്ര നാൾ നടക്കുമെന്ന് നീ കാണണം. ഇവിടുത്തെ കപ്പ്യാരാകാൻ പറഞ്ഞിട്ട് പോലും നിനക്ക് വയ്യല്ലോ. ഒരു കലാകാരനായി ഞാൻ എങ്ങനെ അച്ഛൻ മണിയടിക്കുന്നത്? ഒരു കലാകാരനായി ഞാൻ വൈദികനായില്ലേ? ഒരു കലാകാരൻ. അച്ഛന്റെ കലാവാസന എന്നെ ഈ പരുവത്തിലാക്കിയത്. ആ സീരിയലിന്റെ തിരക്കഥ മര്യാദക്ക് എഴുതിയിരുന്നെങ്കിൽ ഞാൻ എന്റെ തിരക്കഥ പറഞ്ഞ നിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ ഇറക്കി വിടും. എടാ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കി. നീ ഇങ്ങനെ ഒന്നും ആകാതെ നിൽക്കുന്ന കാണുമ്പോ ഏതപ്പനും വിഷമം ഉണ്ടാവും. നീ ആദ്യം സ്വന്തം കാലിൽ നിന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്ക. നാളെ തന്നെ നീ കപ്പ്യാരായിട്ട് ചാർജ് എടുക്കണം. അല്ലെങ്കിൽ ആ സ്ഥാനവും നിന്റെ ചേട്ടൻ കൊണ്ടുപോകും. തൽക്കാലം നീ പോയി കിടക്ക്. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അച്ഛൻ കുളിച്ചോണ്ടിരുന്നപ്പോ ഡൈനിങ് ടേബിളിൽ ഇരുന്ന അച്ഛന്റെ താറാവും ബ്രെഡും ഞാൻ കഴിച്ചു. ഓ ഇനി ഫ്രൂട്ട് സലാഡോ ചൂട് പാലോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും? ഇന്നിനിപ്പോ വേണ്ട. എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടല്ലോ, എപ്പോ വേണേലും. സോളോമോൻ പോയി കിടന്നോളൂ. ഇവിടെ സ്ഥിരതാമസമാക്കാവെന്ന് വിചാരിക്കണ്ട. നാളെ തന്നെ വരെ സ്ഥലം നോക്കണം. അച്ഛന്റെ പാൻറ്റൊന്നും എനിക്ക് പാകാവണില്ല, പക്ഷെ ജെട്ടി കറക്റ്റാ. ഇത് ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ ഞാൻ സ്ഥിര അച്ഛനാവും. ഇതെന്താ അച്ഛന്റെ ലോഹിട്ട് ബക്കറ്റായിട്ട് പിരിവിനിറങ്ങിയ? ഏതാണ്ടാ പരുവായി. ലോനപ്പന അറിഞ്ഞ ജോസേട്ടനെ പുറത്താക്കാൻ നോക്കിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തായി. എല്ലാം തുറന്നു പറഞ്ഞിട്ടും അത് ജോസേട്ടൻ തന്നെയാണെന്നാ എല്ലാരും വിശ്വസിക്കുന്നത്. ഇപ്പൊ എനിക്കും കൺഫ്യൂഷനായി. ഇനി അത് ശരിക്കും ജോസേട്ടൻ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ പെങ്ങാമാര് പേടിക്കണ്ട, നാട്ടിലുള്ള പെണ്ണുങ്ങൾ പേടിച്ചാ മതി. അതവിടെ ഇരിക്കട്ടെ. ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാണ്. ഞാനിന്ന് മേരിയെ കണ്ടിരുന്നു. അവക്ക് വേറെ കല്യാണം ഉറപ്പിച്ചു. അതുകൊണ്ട് വളരെ അത്യാവശ്യമായി നിന്നോട് സംസാരിക്കാനുണ്ടെന്നും ഇന്ന് രാത്രി 12 മണിയോടെ അവളുടെ വീട്ടിൽ ചെല്ലാനും പറഞ്ഞു. രാത്രി 12 മണിക്ക് അവളുടെ വീട്ടിലാ? അത് ഞാൻ ഒറ്റയ്ക്ക്? വേണ്ട, 10 പള്ളി കമ്പനിക്കാരും പോരെങ്കിൽ കുണ്ടുകുഴി അച്ഛനെ വിളിച്ചോ. ഇന്ന് രാത്രി നീ ചെന്നില്ലെങ്കിൽ അവളോട് നിനക്ക് സ്നേഹമില്ലെന്ന് അവൾ ധരിക്കും. ഇത് ലാസ്റ്റ് ചാൻസാ. പേടിയേക്കാൾ വലുത് അവളോടുള്ള സ്നേഹമാണെന്ന് പോയി തെളിക്കടാ. പിന്നൊരു NB ഉണ്ട്. വീടിന്റെ പിൻവശത്തെ വാതിലിന്റെ ഹുക്ക് നിനക്കായി അവൾ തുറന്നിട്ടിരിക്കും. മേരി, 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 മേരി. കർത്താവേ, ഹിന്ദി കിതാബ്. ഹിന്ദി വായിച്ച് ബോധം പോയോ? മേരി, മേരി ആവാസ് സുനോ, മേരി ആവാസ് സുനോ. പനി. കർത്താവേ, ഉയർത്തെഴുന്നേൽപ്പിക്കണേ. മനുഷ്യനെ പേടിപ്പിച്ചാളഞ്ഞല്ലോ. അപ്പൊ എന്റെ അവസ്ഥയാ. ഇതെന്ത് വേഷം ഇത്? വേഷം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാണ്ട് നിക്ക. അപ്പോഴാ നീ എന്നെ കൊലക്ക് കൊടുക്കാൻ ഈ ആരാച്ചാരന്മാരുടെ ഇടയിലേക്ക് വിളിപ്പിച്ചത്. അപ്പൊ വേണമെന്ന് വെച്ചാൽ സോളമൻ എന്തും ചെയ്യാനുള്ള ധൈര്യമൊക്കെ ഉണ്ട്. അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെ ഞാൻ മനഃപൂർവ്വം ഈ രാത്രി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അല്ലാതെ ഇവിടെ ആരും എന്റെ കല്യാണം ഒന്നും ഉറപ്പിച്ചിട്ടില്ല. കൗൺസിലിംഗിന്റെ കഴിഞ്ഞ സിറ്റിംഗ് നീ മുടക്കിയെന്നും പറഞ്ഞ് ഡോക്ടർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞിട്ട് തന്നെ നിനക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ തന്നത്.
നീയും ഡോക്ടറും കൂടി ചികിത്സിച്ച് എന്നെ കൊല്ലരുത് കേട്ടോ. എന്തായാലും കൗൺസിലിംഗ് കൊണ്ട് നല്ല ഗുണമുണ്ട്. രാത്രി ഒറ്റയ്ക്ക് ഇവിടെ വരെ വരാനുള്ള ധൈര്യമൊക്കെ ആയില്ലേ? ഇനി അപ്പന്റെ തണലിൽ നിൽക്കാതെ സ്വന്തമായിട്ട് ഒരു ജോലി സമ്പാദിക്കാൻ നോക്ക്. തൽക്കാലം കപ്പ്യാരെങ്കിൽ കപ്പ്യാര്. കപ്പ്യാരാ? ഞാൻ കപ്പ്യാരാവുന്നതിൽ നിനക്ക് കുറച്ചിലൊന്നുമില്ലേ? ദൈവത്തോട് അടുക്കുന്നത് ഒരു കുറച്ചിലാണോ? അതൊരു സൽക്കർമ്മല്ലേ? ആണോ? ആ. എങ്കിൽ നാളത്തെ പള്ളിമണി അടിച്ച് ഞാൻ കപ്പ്യാരായിട്ട് ചാർജ് എടുക്കുക. പള്ളിയിലെ ഗായക സംഘത്തോടൊപ്പം നീ പാടുമ്പോ ഞാൻ കപ്പ്യാരായിട്ട് ആൾത്താരയിൽ ഇങ്ങനെ. അവിടെ വാതിൽ വെച്ചപ്പോഴായിരുന്നോ? അതെ, ഞാൻ സെമിത്തേരി വഴിയാ പോണേ. നാളെ രാവിലെ പള്ളിമണി കേട്ടാ ഞാൻ വിട പറഞ്ഞു എന്ന് കരുതിയാ മതി. ഒന്നും കിട്ടിയില്ല. ശരിയാ, പോയില്ലെങ്കിൽ ഇവിടുന്ന് കിട്ടും. ഓ, നടു റോട്ടിലാ ടീ പോയിരുന്നേ. ഈശോ, ഇടിവണ്ടി വരണോ? ഇതെന്താണ് തുമ്പിക്കയ്യ? എവിടെ എന്താ? അതെ, കഴിഞ്ഞ ദിവസം അച്ഛന്റെ അടുത്ത് കുമ്പസാരിച്ചപ്പോഴേ ഞാൻ പലതും അങ്ങോട്ട് തുറന്നു പറഞ്ഞു പോയി. അതിങ്ങനെയൊക്കെ വന്ന് കലാശിക്കുന്നു ഞാൻ വിചാരിച്ചേ ഇല്ല. നിങ്ങൾ കഥവ് തുറന്നു കൊടുക്കാതെ അച്ഛനങ്ങനെ അകത്ത് കയറി? എന്നെ വെറുതെ ഡൗട്ട് അടിക്കരുത്. അങ്ങനെ പകൽ ഒന്ന് കട്ടിലടി കയറിയിട്ടുണ്ടോ? നാറ്റ കേസ്. തൽക്കാലം ഇത് ആരോടും പറയണ്ട. എന്നാലും അച്ഛൻ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ?